ചെന്തിപ്പിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മവും മീനഭരണി മഹോത്സവവും. പ്രതിഷ്ഠാകർമ്മം മാർച്ച് 25 മുതൽ 30 വരെയും മീനഭരണി മഹോത്സവം മാർച്ച് 22 മുതൽ ഏപ്രിൽ 1 വരെയുമാണ് നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ സഞ്ജയൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ മേൽശാന്തി. ഞാനിവിടെ ക്ഷേത്രം മേൽശാന്തിയാണ്. എൻ്റെ പേര് സഞ്ജയൻ നമ്പൂതിരി. സ്വദേശം ഇവിടെ അടുത്ത് തന്നെയാണ്. എങ്കിലും അടുത്ത് മീനാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. എങ്കിലും ഞാൻ കുറച്ച് വർഷങ്ങളായാലും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായും കീഴ്ശാന്തിയായും ജോലി കഴിഞ്ഞു. കഴിഞ്ഞ ജനുവരി 1 മുതൽ 2025 ജനുവരി 1 മുതൽ ഇവിടെ വന്ന് ചാർജ് എടുത്തു. ഇവിടെ വന്നറിയാൻ കഴിഞ്ഞ ഒരുപാട് പുരാതനമായൊരു ക്ഷേത്രമാണെന്നാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, പണ്ട് എൻ്റെ വീട് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എങ്കിലും പൂർവികമായിട്ട് ഒരു ബ്രാഹ്മണ കുടുംബം പുലർന്നൊരു ക്ഷേത്രമായിരുന്നു എന്നും അവരുടെ തേവാരമൂർത്തിയായിരുന്നു എന്നും, അതായത് ഏകദേശം എൻ്റെ ഒരു അറിവിൽ ഒരു 10-11 തലമുറകൾക്ക് മുൻപ് ഒരു തേവാരമൂർത്തി, ഒരു ബ്രാഹ്മണൻ ഭജിച്ചുകൊണ്ടിരുന്നൊരു ദേവിയാണെന്നും ചെന്തുപ്പിലമ്മ എന്ന് വിശേഷിക്കപ്പെടുന്നത്. ആ ചെന്തുപ്പിലമ്മയെ ഞാൻ ഈ ക്ഷേത്രം എൻ്റെ അറിവിൽ പോലും ഞാൻ കേട്ടിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജോലി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം മഹാഗണപതി ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയിൽ എൻ്റെ കാലാവധി പൂർത്തീകരിച്ചപ്പോൾ എനിക്കിവിടെ കിട്ടാൻ തന്നെ അതൊരു നിയോഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഞങ്ങളുടെയൊക്കെ പൂർവികർ വെച്ചാരാധിച്ചുകൊണ്ടിരുന്നൊരു ദേവിയുടെ, ഒരു ആദിപരാശക്തി ഭദ്രയുടെ ഒരു പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാൻ എനിക്കും കൂടെ കിട്ടിയത് വളരെ ചൈതന്യമായിട്ടും വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ ദേശത്തിന് തന്നെ ഉണർവ് നൽകുന്നൊരു ദേവിയായിട്ടാണ് എൻ്റെ ഈ തുച്ഛമായ ദിവസങ്ങളുടെ പൂജയിലൂടെ ആ ബിംബത്തിൻ്റെ ചൈതന്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മയെ ഉപാസിക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർവികമായി ഒരു ബന്ധമുള്ളൊരു ദേവിയാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞങ്ങൾ ബ്രാഹ്മണകുലത്തിൽ വെച്ചാരാധനയുണ്ട്. എങ്കിലും എനിക്കൊരു 7 തലമുറകൾക്ക് മുൻപ് എൻ്റെ അച്ഛനപ്പൂപ്പന്മാരെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. 7 തലമുറ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഭദ്രകാളി ഉപാസനയുണ്ട്. ആ ഭദ്രകാളി ഇപ്പം ഞാൻ ഉപാസിച്ച് വരികയാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട്. അപ്പോൾ ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിലൊരു ദേവപ്രശ്നം വയ്ക്കുന്ന സമയത്തിന് ആ ദേവിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ദേവിയും കൂടി എന്നോടൊപ്പം ഉണ്ട്. അത് കണ്ടെത്താൻ കാലക്രമേണ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു ബലമായൊരു സംശയം, മനസ്സിൻ്റെ സംശയം, ആ ഒരു മൂർത്തി ഇത് തന്നെയാണ്. കാര്യം ഞങ്ങളിൽ വരുന്നൊരു ഉപാസനാമൂർത്തി എന്ന് പറയുന്ന ഭദ്ര ഒരു പൂർവികരില്ലാത്തൊരു ബ്രാഹ്മണ കുടുംബത്തിൽ എൻ്റെ അച്ഛനപ്പൂപ്പന്മാരുടെ 7-8 തലമുറകൾക്ക് മുമ്പ് അവരെ ദത്തെടുത്ത് വളർത്തിയതാണ്. പക്ഷെ അവരുടെ കുടുംബത്തിൽ അതേപോലെ മറ്റൊരു സഹോദരനുമുണ്ട് പൂർവികരില്ലാത്ത. ഞാൻ പൂർവികമായി ചെന്ന് തിരക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം അത് തന്നെയാണ്. എൻ്റെ ഒരു ബ്രാഹ്മണനാണ് ഈ വെച്ച് ആരാധിച്ചിരുന്നതും. ആ ബ്രാഹ്മണരെ അന്നത്തെ ദേശക്കാർ നാടുകടത്തുകയും ഇവിടെ വടക്ക് ഭാഗത്ത് മാറി ഒരു ചെളിക്കുഴിയിൽ അദ്ദേഹത്തിനെ ചവിട്ടിത്താഴ്ത്തുകയും അതൊരു ബ്രഹ്മരക്ഷസായി മാറുകയും ഒക്കെ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ചാർജൊക്കെ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംശയം തിരക്കിയപ്പോൾ ഈ ചെന്തുപ്പ്, അപ്പം ഞങ്ങളിങ്ങനെ ഒരു തമാശയ്ക്ക് ജോലി നോക്കുന്ന സ്ഥലങ്ങൾക്ക് ആ പേര് കേൾക്കാനുള്ളൊരു കാരണം എന്താണ്? ആ ദേശത്തിന് അങ്ങനെ ഒരു പേരിടാനൊരു സ്ഥലം, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പേരിടാൻ ഞങ്ങളിങ്ങനെ ചുമ്മാ തിരക്കാറുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കളും ഗുരുനാഥന്മാരുമായിട്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞു കേട്ടത്, പണ്ട് ബ്രാഹ്മണൻ വെച്ചാരാധിച്ചിരുന്ന സമയത്തിന് ഉപ്പ് കലർന്ന ശർക്കര ഭഗവാനെ നിവേദിച്ച് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസം ഭഗവാന്റെ പീഠത്തിൽ വെച്ച സർവ്വരോഗങ്ങൾക്ക് ശമനമുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കേട്ടറിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇതിനും ചെന്തുപ്പ്. ഈ അമ്മയുടെ മുമ്പിൽ ശർക്കര വളരെ പ്രധാനമാണ്. കാര്യം ഇവിടെ ഞാൻ നോക്കിയെടുത്തോളം ഇവിടുത്തെ ദേവിക്ക് പ്രാധാന്യം ശർക്കരയാണ്. അപ്പോൾ ഒരു പൂർവികമായി പുരാതന വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു വിഗ്രഹവുമാണ്, ക്ഷേത്രവുമാണ്, നല്ല ചൈതന്യമൊത്തൊരു ദേവിയുമാണ്. ആ ദേവിയെ ഇപ്പം പുതിയ ശ്രീകോവിലേക്ക് കുടിയിരുത്തുമ്പോൾ ഈ ദേശത്തുണ്ടാകുന്ന സർവനാശങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് ഈ ദേവി ഉണരും, അല്ലെങ്കിൽ ഉണർത്താൻ നമ്മളെല്ലാവരും. അവർക്കൊപ്പം തന്നെ ഞാനും നിൽക്കുന്നുണ്ട്. ഞാനൊരു ദേവസ്വം ബോർഡ് ജോലിക്കാരനാണെന്നോ മാസവരുമാനക്കാരനോ ദിവസവരുമാനക്കാരനായിട്ടല്ല ഞാനിവിടെ നല്ല എല്ലാ ക്ഷേത്രത്തിലും അത്രേ ഉള്ളൂ. എങ്കിലും എനിക്കിവിടെ എൻ്റെ അച്ഛൻ്റെ കാലം അപ്പൂപ്പൻ്റെ കാലം തൊട്ട് ഓർമ്മയുള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊരു ഭദ്രകാളി വിഗ്രഹമുണ്ട്, ഓടുകൊണ്ടുള്ള. അതിപ്പോൾ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം കൊണ്ട്
ഇത് ഉയരുന്നൊരു ക്ഷേത്രമാണ്, ഐതിഹ്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഏറ്റവും എനിക്കൊരു സന്തോഷം ഇവിടെ വന്നപ്പം കിട്ടിയ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ 2020 മേൽശാന്തിയെ നറുക്കെടുക്കുന്ന സമയത്തിന് കോവിഡ് സമയമൊക്കെ ആയിരുന്നു. ഏതോ ഒരു ഭക്തൻ, അതാരാണെന്ന് പോലും എനിക്കറിയില്ല, എനിക്കവിടെ സ്ഥാനം തന്നു. പക്ഷേ ഇവിടെ അവിടുത്തെ വീണ്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊരു ചുമതല എനിക്ക് 2 വർഷം കിട്ടി. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഗണപതി സങ്കല്പം പോലും ഇല്ലാത്തൊരു ക്ഷേത്രത്തിൽ ഒരു ഗണപതി വിഗ്രഹത്തിൻ്റെ ക്ഷേത്രം കൂടെ ഇവിടെ ഉയരാൻ പോവുകയാണ്. ഭദ്രകാളി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ദുർഗയ്ക്കൊരു സ്ഥാനം ഏതോ ഒരു ബ്രാഹ്മണൻ പൂജയ്ക്കായി വന്നപ്പോൾ മന്ത്രം മാറി ജപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടത്. പക്ഷേ ഇത് മന്ത്രം മാറി ജപിച്ചതൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ കൊട്ടാരക്കര ഗണപതി എനിക്ക് ഇവിടെ കൂടെ ഒരു ഉണ്ണിയപ്പം നേദിക്കാനൊരു അവസരം, ഒരു പുതിയ ശ്രീകോവിൽ, അത് തന്നെയാണ് സർവ്വ വിഘ്നങ്ങൾ മാറ്റാൻ, ദോഷങ്ങൾക്കുപരി വിഘ്നങ്ങൾ മാറ്റാൻ ഒരു ഗണപതി ക്ഷേത്രം കൂടെ ഇവിടെ ഉയരുകയാണ്. അതെനിക്ക് വളരെ സന്തോഷമാണ്. കാര്യം എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് കൊട്ടാരക്കര ഗണപതിയാണ്. മാർച്ച് 25-ന് കർമ്മങ്ങൾ ആരംഭിച്ച് 30-ാം തീയതി 11:55-നും 12:40-നും ഇടയിലാണ് പ്രതിഷ്ഠ. വിശ്വാസത്തിൽ തന്നെ ഏറെ പ്രത്യേകതയുള്ള ഷഡധാര പ്രതിഷ്ഠയാണ് നടത്തുന്നത്. നമ്മുടെ ചെന്തപ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വരുന്ന മാർച്ച് മാസം 30-ാം തീയതി രേവതി നാളിൽ വളരെ പ്രസിദ്ധമായ ഒരു കർമ്മം നടക്കുകയാണ്. അതായത് ഈ ചെന്തിപ്പലിൻ്റെ ചരിത്രത്തിൽ, ഈ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു മുഹൂർത്തം കൂടിയാണെന്ന്. കാരണം അമ്മയുടെ പ്രതിഷ്ഠ, അമ്മയുടെ മാത്രമല്ല ഏകദേശം ഒരു 8ഓളം പ്രതിഷ്ഠ അന്നിവിടെ നടക്കുന്നുണ്ട്. ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു ആയുസിൻ്റെ പുണ്യമാണ്, ഒരു മുൻജന്മ സുഹൃതവും ഇനി വരുന്ന തലമുറയ്ക്കുമൊക്കെ അതിൻ്റെ ഒരു ഫലപ്രാപ്തി കിട്ടുന്ന ഒരു കർമ്മമാണ് നടക്കുന്നത്. അപ്പം ക്ഷേത്രത്തിലെ നമ്മുടെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ വളരെ പൗരാണികമായ രീതിയിലാണ്. അതിൽ പൗരാണികത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ക്ഷേത്രങ്ങൾക്ക് സമാനമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം ഷടാധാര പ്രതിഷ്ഠ നടത്തി, അതിനുശേഷം കൃഷ്ണശിലയിൽ, പൂർണ്ണമായും കൃഷ്ണശിലയിൽ ക്ഷേത്രം പണിത്, തേക്കൻ തടിയിൽ ആരൂഢമൊക്കെ പണിത്, അതിനുശേഷം ചെമ്പോലയിലാണ്, കോൺക്രീറ്റ് ഓടൊന്നുമല്ല, ചെമ്പോലയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിനൊരു പൗരാണികത മനസ്സിലാവും. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഷടാധാര പ്രതിഷ്ഠ എന്ന് പറയുന്നത് പണ്ട് പുരാതന കാലം തൊട്ടേ ചെയ്തു വരുന്നൊരു പ്രതിഷ്ഠയാണ്. അത് അങ്ങനെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കൂടുതൽ പവർഫുള്ളാവും. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അസ്ഥിവാരക്കുഴിയിൽ ആദ്യം ആധാരശിലയിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാവും. അതിന് മുകളിൽ ധാന്യങ്ങളൊക്കെ നിർത്തിയിട്ട് അതിന് മുകളിലായിട്ട് നിധികുംഭത്തിനകത്ത് നാണയങ്ങൾ എല്ലാം ഇട്ട്, സ്വർണം, രത്നങ്ങളെല്ലാം ഇടും. അതിന് മുകളിലായിട്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർമ്മം, അതായത് ആമയുടെ രൂപം, കല്ലിൽ കൊത്തിയ ആമയുടെ രൂപത്തിൽ കൂർമ്മം കഴിഞ്ഞിട്ട് അതിന് മുകളിൽ യോഗനാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 അങ്കുലം 13 അങ്കുലം എന്നാണ് പറയുന്നത്. ഒരു അങ്കുലം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. താഴെ 2 അങ്കുലം വ്യാസത്തിലും മുകളിൽ 1 അങ്കുലം വ്യാസത്തിലും ഇത് വെച്ച ശേഷം, യോഗനാളം വെച്ച ശേഷം അതിൻ്റെ മുകളിൽ നവംസമശില വയ്ക്കും. അതിന് മുകളിലാണ് പീഠം വെച്ചിട്ട് അവിടെയാണ് ഭഗവതിയെ പ്രതിഷ്ഠിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും നമ്മൾ ചെയ്ത് പ്രതിഷ്ഠ നടത്തുന്ന ക്ഷേത്രങ്ങൾ പിൻകാലങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി മാറാറുണ്ട്. അതിൻ്റെ കാരണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഏകാഗ്രതയോടുകൂടി ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ധങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, ഇതിനെല്ലാം വിഗ്രഹം ഒബ്സർവ് ചെയ്യുകയും അതിനെ താഴെ ഭൂമിയിലേക്ക് വിടുകയും പോസിറ്റീവ് എനർജി കൂടുതൽ ഫോം ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമെന്ന് പറയുന്നത്. ഇത് ദേവപ്രശ്നത്തിലും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ പ്രതിഷ്ഠ നടത്തുന്ന മൂർത്തികൾക്ക്, ഇത്ര പ്രതിഷ്ഠ നടത്തുന്ന ആരാധനാലയങ്ങൾക്ക് ഈ പ്രതിഷ്ഠയ്ക്ക് ഭയങ്കരമായിട്ടുള്ള എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി ഇവിടെ ഈ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്കും നല്ലൊരു തിരക്കും ഒക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉള്ളൊരു ക്ഷേത്രമായി മാറും, മഹാക്ഷേത്രമായി മാറും. ഇപ്പോൾ തന്നെ ബലിക്കൽപുരയൊക്കെ ഇവിടെ പ്ലാനിലുണ്ട്. നെക്സ്റ്റ് ഘട്ടം ബലിക്കൽപുര, കൊടിമരം ഒക്കെ പ്ലാനിലുണ്ട്. അപ്പം അത്തരത്തിലൊരു മഹാക്ഷേത്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ദുർഗ, ഗണപതി, നാഗദൈവങ്ങൾ, അങ്ങനെ അനവധിയായിട്ടുള്ള പ്രതിഷ്ഠകളാണ് നടത്തുന്നത്. അതുപോലെ 24-ാം തീയതി നാളെ വൈകുന്നേരം ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തുകയും, വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തുകയും അവിടെ നിന്ന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അവനവരുടെ പ്രൈവറ്റ് വാഹനങ്ങളിലും അല്ലാതെയൊക്കെ വന്ന് ആ വിഗ്രഹത്തെ ആനയിച്ച് ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും വിവിധ ക്ഷേത്രങ്ങളിൽ, അപ്പോൾ നമ്മൾ അടുത്ത ഭദ്രകാളി ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലൂടെയും കൊണ്ടുവന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ വരികയും രേവതി നാളിൽ മാർച്ച് 30-ന് നമ്മളെ ആചാര അനുഷ്ഠാന പ്രകാരം ക്ഷേത്രത്തിൻ്റെ തന്ത്രി കുഴിക്കാട്ടില്ലത്തിൽ അക്കീരമൺ കാളിദാസ ഭട്ടതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തുന്ന ഒരു കർമ്മമുണ്ട്. അതൊരു പുണ്യകർമ്മമാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ
അന്നദാനം, ക്ഷേത്രത്തിൻ്റെ അന്നദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അതിന് മുന്നേ പറയുന്ന തോറ്റംപാട്ട്, ക്ഷേത്രത്തിൻ്റെ പരമപ്രധാനമായ ഭാഗമാണ് തോറ്റംപാട്ട്. തോറ്റംപാട്ട് ഇന്നലെ 22-ാം തീയതി ആരംഭിച്ചു. 22-ാം തീയതി തോറ്റംപാട്ട് ആശാൻ എന്ന് വെച്ച പ്രശസ്തനായ വർക്കല സുധീർ കുമാർ അവളാണ് തോറ്റംപാട്ട് ആശാൻ. അദ്ദേഹത്തിൻ്റെ ഇതിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പരമപ്രധാനമായൊരു ആരാധനയാണ് തോറ്റംപാട്ട്. ആദ്യ ദിവസം ഗണപതി സ്തുതിയോടുകൂടി അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആകാശവും ഭൂമിയൊക്കെ നിർമ്മിച്ച് കൈലാസം ഒക്കെ സൃഷ്ടിച്ച ശേഷം ഭഗവതിയെ കുടിയിരുത്തിയിട്ട് ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് പോകും തോറും അതിൻ്റെ പൂജ ഇവിടെ നടക്കും. മാലപ്പുറ ദിവസം വരും. മാലപ്പുറം എന്ന് വെച്ചാൽ ഭഗവതിയുടെ തൃക്കല്യാണമാണ്. അന്നാണ് കല്യാണം, ഭഗവതിയുടെ കല്യാണം എന്ന സങ്കല്പമാണ്. അന്നാണ് ക്ഷേത്രത്തിൽ നമ്മൾ അന്നദാനം നടത്തുന്നത്. അന്നദാനം ഒരു വഴിപാടായിട്ടാണ് നമ്മൾ ഇവിടെ നടത്താറുള്ളത്. അതുകൊണ്ടാണ് ഈ അന്നദാനത്തിന് ഈ ക്ഷേത്രത്തിൽ ഇത്രയും തിരക്കും ഒരുപാട് പേര് സാന്നിധ്യം കൊണ്ടും സംഭാവന കൊണ്ടും ഒക്കെ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം, ഇപ്പോൾ ഉത്സവം എന്നാണെങ്കിൽ ഒരു ദിവസം നമ്മൾ അന്നദാനം നടത്താൻ പറ്റത്തില്ല. നമ്മളുടെ ആചാരപ്രകാരമാണ് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നത്. ഇതോടൊപ്പം ദുർഗ, ഗണപതി, നാഗദേവതകൾ, മാടൻ സ്വാമി, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ പ്രതിഷ്ഠയും നടക്കും. എൻ്റെ പേര് രാജേഷ്, ഇത് അരുണ്. 2 വർഷമായിട്ട് ഞാനിവിടെ കഴകമായിട്ട് ജോലി ചെയ്ത് വരികയാണ്. ഞാൻ വരുമ്പോൾ മുതൽ ദേവി ബാലാലയത്തിലാണ്. അപ്പോൾ അതെല്ലാം മാറി ഈ മാസം 30-ാം തീയതി രേവതി നാളിൽ ദേവി ശ്രീകോവിലേക്ക് കുടിയിരുത്തപ്പെടുകയാണ്. ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ദേവിയുടെ നാമത്തിൽ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. പ്രദേശത്ത് നടന്ന സംഭവമാണ് ചെന്തിപ്പ് എന്ന പേരിൽ ഇവിടെ ക്ഷേത്രം വരാൻ പൂർവികർ പറഞ്ഞതായി വിശ്വാസികൾ ഇന്നും ഓർക്കുന്നു. ഊറ്റുകുളം ഉണ്ടായിരുന്നു. അതെങ്ങനെ വെച്ചാൽ പമ്പ് ചെയ്യുന്നണക്കായിരുന്നു അതിൽ നിന്ന് ഊറ്റുവെള്ളം വരുന്നത്. അല്ലാതെ നമ്മൾ ഈ ഉണക്കത്ത് മഴയത്തും ഊറ്റി വരുന്നണക്കല്ല. ഇത് ഏത് സമയം ഒരുപോലെ പമ്പ് ചെയ്യുന്നണക്കായിരുന്നു അതിൽ നിന്ന് ഊറ്റുവെള്ളം വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നായിരുന്നു ഈ ദേവിക്ക് അഭിഷേകത്തിന് എടുക്കുന്നതും നേദ്യത്തിന് എടുക്കുന്നതുമെല്ലാം ആ വെള്ളം തന്നെ ആയിരുന്നു. അത് ശുദ്ധമായ ജലമായിരുന്നു. അങ്ങനെ പിന്നെ ഈ താഴെ ശ്രീകോവിൽ പണിഞ്ഞതിന് ശേഷം, ഈ അമ്പലം വന്നതിന് ശേഷമാണ് അവിടെ കിണർ കുഴിച്ചത്. അതിന് മുമ്പ് മറ്റേ വെള്ളം തന്നെ. ഈ നാട്ടിൽ കിടക്കുന്ന മൊത്ത പേരും ആ ഊറ്റുവെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ എന്തോ ഒരു സാഹചര്യത്തിൽ അവർക്ക് കെട്ടുവന്ന് ആ കുളം അവിടെ നേത്തേണ്ടി വന്ന്. അത് ദേവിക്കും അതൊരു പശ്ചാത്തലമായിരിക്കുവാണെന്നറിയാം. പക്ഷെ അത് വേറെ അവർ പ്രത്യേകം കിണറൊക്കെ കുഴിച്ചെങ്കിലും അത് പ്രയോജനപ്പെട്ടില്ല. അത് പോയി അവിടുന്ന്. ഈ വലിയ കുളം അന്നൊരു ചെറിയ രീതിയിലായിരുന്നു. പിന്നെ ഈയിടെയാണ് അത് കുളമായിട്ട് മാറിയത്. പിന്നെ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കുളത്തിൻ്റെ കാര്യവും പറയാനുണ്ട്. ഈ പന ലോകത്തെങ്ങും അത് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ലാത്ത രീതിയിലായിരുന്നു. ഒരു പനന്തേങ്ങയിൽ നിന്ന് തന്നെ 3 കണ്ണിൽ നിന്നും മുളച്ച് 3 പനയായി 3 ഒരേ വലിപ്പത്തിൽ വളർന്നിട്ട് അതിൽ 2 പെണ്ണും ഒരാണുമായിട്ടായിരുന്നു അത് വളർന്നു വന്നത്. അങ്ങനെ ആ പെൺപനയിൽ ഒരിക്കലും കായില്ലാതെ വരത്തില്ല. പനന്തേങ്ങ ഫുള്ളും നിറഞ്ഞു നിൽക്കും. ആ പനയിൽ കായില്ല. അങ്ങനെ പിന്നെ എത്രയെങ്കിലും വർഷത്തിൻ്റെ കാര്യമൊന്നും നമുക്കറിയത്തില്ല, കണക്കറിയത്തില്ല. അത് ഈയിടെ 2-3-4-5 കൊല്ലത്തിനിപ്പുറമാണ് ആ പന 3 ഒത്ത് നശിച്ചത്. ഓരോന്ന് നശിച്ച് 3 പൂർണ്ണമായിട്ടും പോയി. അതിന് പകരം നമ്മളാരും ചെയ്തതല്ല. ആ താഴ്വശത്ത് ആ കുളത്തിൻ്റെ അരുവിനോട്ട് മാറി ഇപ്പം അമ്പലത്തിന് പടിഞ്ഞാറ് വശം വന്ന് 3 പന ഒരേപോലെ കിളിക്കുന്നുണ്ട്. അതിന് മറ്റേ രൂപത്തിൽ ഒരേ കണ്ണിയും അല്ലെങ്കിൽ തന്നെയും 3ആയിട്ട് തന്നെ ആ പന കിളിക്കുന്നത്, ഒറ്റയായാണ് കിളിക്കുന്നത്. അതിന് ആണോന്നോ പെണ്ണോന്നോ ഇപ്പം വന്നിട്ടുള്ളത് പെൺപന തന്നെയാണ്. ഇനി വരുന്നത് ഇതേപോലെ തിരിഞ്ഞു വരുന്നോ എന്നറിയത്തില്ല. പിന്നെ നമുക്കുള്ള അമ്പലം എന്ന് പറയുന്നത് ഇത്രയും പിന്നെ ഈ ദുർഗയുടെ ഒരു സ്ഥാനം ഇതിൽ വന്നതുകൊണ്ടാണ് പഴയ ശ്രീകോവിൽ ഇവിടുന്ന് പൊളിക്കേണ്ടി വന്നത്. ഏതോ ഒരു പൂജാരിയിൽ നിന്നോ പിന്നെ ഒരു അങ്കി കൊണ്ടുവച്ച് അതിൽ നിന്നോ എങ്ങനെയെന്തോ ഒരു ദുർഗയുടെ സ്ഥാനം അവിടെ വന്ന്, അത് എങ്ങനെയാണെന്ന് പറയാൻ അറിയത്തില്ല, വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദുർഗയും ഭദ്രയും കൂടെ അവിടെ ഭദ്രയുടെ സ്ഥാനവും ദുർഗയുടെ സ്ഥാനവും കൂടെ ഒരു ശ്രീകോവിൽ തന്നെ വന്നതിൻ്റെ പുറത്ത് അവരുടെ അവർക്ക് നമ്മളായാൽ തന്നെ ഒരു വീട്ടിൽ 2 അടി അങ്ങനെ ഒരു പ്രശ്നം വന്നത്. പിന്നെയാണ് ആ പുതിയ ശ്രീകോവിൽ ഒരു 11 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ശ്രീകോവിലിന് ഇത് വന്ന് കേടുപാടുകൾ സംഭവിച്ചു. അത് മൊത്തവും നശിച്ച് മനുഷ്യനായിട്ടും മനുഷ്യൻ്റെ കയ്യിൽ നിന്നും വന്നതല്ല. അത് ഈ ദേവിയുടെ കളി കൊണ്ട് തന്നെയാണ് ആ ശ്രീകോവിൽ. ഇതെല്ലാം ഇവിടെ വരണമായിരുന്നു. ഈ ദുർഗയും ഗണപതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ദേവിക്ക് ശർക്കര പായസമാണ് പ്രാധാന്യം, കടും പായസം. ഗണപതി ഭഗവാന് ഗണപതി ഹോമം ആണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളതൊരു ഏറ്റവും നല്ല ഫുള്ള് വഴിപാട് നടത്തുന്നത് ഈ ദേവിക്ക് നടത്തുന്ന കണക്ക് ഗണപതി ഭഗവാന് ഗണപതി ഹോമം വരുന്നുണ്ട് ഡെയിലി. കടുംപായസം വരുന്നതിന് തുല്യം ഗണപതി ഹോമവും വരുന്നുണ്ട്. അപ്പോൾ ആ ഗണപതി ഭഗവാൻ ഇവിടെ സ്ഥിരം വാസമുണ്ട്. ഭഗവാനൊരു ശ്രീകോവിൽ ഇവിടെ വേണമെന്നുള്ളത്
നല്ല ഉറപ്പായത്. നമുക്ക് ആ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. വരുന്ന വഴിപാടിൻ്റേതായാലും നമ്മളെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ച് ഗണപതി ഭഗവാനൊരു വഴിപാട് നടത്തിയാലും ദേവിക്ക് നടത്തിയാലും അതുപോലെ നിറവേറ്റുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഗണപതി ഭഗവാനൊരു ശ്രീകോവിൽ വേണമെന്നുള്ളത് തന്നെയായിരുന്നു നമ്മളെല്ലാവരുടെയും ആഗ്രഹം. ഞാനൊരു 37 വർഷം ദേവസ്വം ബോർഡിൽ സ്റ്റാഫായിരുന്നു, കഴകമായിരുന്നു. 25 കൊല്ലം വരെയും എനിക്കിവിടെ തന്നെയായിരുന്നു ജോലി. ബാക്കിയുള്ള സമയങ്ങളിൽ മാത്രമേ വേറെയുള്ള അമ്പലങ്ങളിലോട്ട് കഴകമായിട്ട് ട്രാൻസ്ഫറായി പോയിട്ടുള്ളൂ. എവിടെ പോയി ട്രാൻസ്ഫറായി പോയാലും തിരിച്ച് ഞാൻ ഇവിടത്തേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എനിക്കിവിടെ കിട്ടും. പക്ഷെ ഞാൻ എങ്ങൊന്നും വന്നതല്ല, ഈ അമ്മയുടെ മണ്ണിൽ തന്നെയാണ് ജനിച്ചത്, ഈ മുറ്റത്ത് തന്നെ ജനിച്ചത്. ഇങ്ങനെ 3 പേര് വന്നത്, ഒരു 3 പേര് ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം അമ്മ അറിവാണേവനെ. അപ്പോഴിത് 3 പേര് ഇതുവഴി 3 ദേവിമാർ വന്ന് ഈ മേലുവശത്ത് ഇവിടെ വന്ന് ഇരുന്നപ്പം അവർ മാങ്ങ തിന്ന് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ച് കുളത്തിൽ നിന്ന് ഊറ്റുവെള്ളം കോരി കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്നോട്ടിരുന്ന മാങ്ങ എടുത്തിട്ട് അപ്പോൾ അടുത്ത വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് ശാല ഉപ്പ് മേടിച്ചുകൊണ്ട് വരാൻ മറ്റൊരു 2 പേരും പറഞ്ഞു. അങ്ങനെ അതിൽ ഇവിടെ ഇരിക്കുന്ന അമ്മ അവിടെ ആ വീട്ടിൽ ഇപ്പോഴൊന്നുള്ളവരൊന്നും അല്ല അവിടെ. അപ്പോൾ ഉപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉപ്പിന് ചെന്നപ്പം അപ്പോഴവിടെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുമായിരുന്നു അവിടുത്തെ അമ്മ. അപ്പോൾ ഒരു പാത്രം എടുത്ത് ഒരു പാത്രം പാല് കൊടുത്ത് അങ്ങനെ അവർ ഇവിടെ പാലും ഉപ്പും കൊണ്ട് വന്ന് അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പാല് മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പ് മേടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരി, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് 2 പേര് പോയി. ഒന്ന് മേവനെ കുണത്തും ഒന്ന് വേളമാനൂർ. അങ്ങനെ 2 ദേവിമാർ പോയി. അപ്പോഴും ഈ അമ്മ ഇവിടെ ഇരിപ്പായി. അങ്ങനെയാണ് അപ്പോൾ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഉപ്പ് മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പാൽ എവിടുന്ന് ഉപ്പ് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ ഊരിൽ നിന്നെന്ന് പറയുന്നത് പാലൂര്, ആ ഊരിൽ നിന്നാണ് പാല് തന്നതെന്ന്. പാല് തന്നതും ഉപ്പ് തന്നതും. അതുകൊണ്ട് ആ വീട്ടിന് പാലൂര് വീടായി. പാല് ഊരെന്ന് പറയുന്ന അന്ന് ഊരെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഊരിൽ നിന്നാണ് പാല് തന്നതെന്നുള്ളത് ആ അർത്ഥത്തിലാണ് ആ വീട്ടിൻ്റെ പേര് ഇപ്പോഴും പാലൂര് വീടാക്കിയത്. പിന്നെ ചെന്തുപ്പ് എന്നുള്ള പേര് വരാൻ കാരണം ചെന്തുപ്പല്ല, ചെന്തുപ്പാണ്. ചെന്നുപ്പ് മേടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ചെന്നുപ്പ് മേടിച്ചുകൊണ്ട് വന്നതിനാണ് ചെന്തുപ്പെന്ന് പേരും വന്നത്. അങ്ങനെയാണ് ഈ സ്ഥലപ്പേര് അങ്ങനെ വരാൻ കാരണം. അങ്ങനെ ദേവിമാർ ഒന്ന് മേനക്കോണത്തും വേളമാനൂരും തന്നെയാണ്. വേളമാനൂർ കുമ്പപ്പരണി തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാരും നാട്ടുകാരും ആ 2 അമ്പലത്തിലെ ഉത്സവത്തിന് ഇവിടുന്ന് പോകാറുണ്ട്. അവർ കഴിയുന്ന വഴിപാടുകളും വരിയൊക്കെ കൊടുത്ത് വരാറുണ്ട്. പിന്നെ ഇവിടെ അമ്മയുടെ അമ്പലം എന്ന് പറയുന്നത് ഒരു വിളിച്ചാൽ വിളിയേക്കുന്നൊരു ദേവിയാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെറുപ്പക്കാരുടെ പങ്കാളിത്തം വർദ്ധിച്ചത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത്. ഈ മാസം 25-ാം തീയതി മുതൽ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകളെല്ലാം ആരംഭിക്കുകയും 30-ാം തീയതി പ്രതിഷ്ഠയും 31-ഉം 1-മായ അശ്വതി ഭരണി ദിവസങ്ങളിൽ വിപുലമായ ഉത്സവമാണ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത കാലത്തായി ഒട്ടനവധി ചെറുപ്പക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ, ഈ ഉത്സവാഘോഷങ്ങളിൽ ഉൾപ്പെടെ ചെറുപ്പക്കാരുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു മാറ്റമാണ് ക്ഷേത്രത്തിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നല്ല വിപുലമായൊരു കമ്മിറ്റി, അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒരു ഭാരവാഹികളെല്ലാം ഉൾപ്പെടെയുള്ള വിപുലമായ കമ്മിറ്റിയെല്ലാം രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കുന്നത്. ഭദ്രാദേവിയുടെ ചൈതന്യം പ്രദേശമാകെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. മാത്രമല്ല, ദേവിയുടെ ചൈതന്യത്തിൽ വിശ്വസിച്ച് മറ്റു ദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇപ്പോഴും ഇവിടെ എത്തുന്നുണ്ട്.